അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് യേശു ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ അത് തുടർന്നു കൊണ്ടുപോകാൻ അവൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് അവൻ അവരെ അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വചനപ്രഘോഷണം ഇന്നും തുടർന്നു പോകുന്നത് ആ കൈവപ്പ് ശുശ്രൂഷയുടെ തുടർച്ചയായിട്ടാണ്. ഇന്ന് ഈ വചനപ്രഘോഷണം നമ്മുടെ ഈ ആലയത്തിൽ തുടർന്നു പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെയുള്ള കൂട്ടായ്മ. ഈ കൂട്ടായ്മ ഇത് ആര് ക്രമീകരിച്ചതാ? ഈശോ. ഈശോ ഓരോ വ്യക്തികളിലൂടെ കൂട്ടായ്മയുടെ ഗ്രൂപ്പ് ലീഡേഴ്സ് ഉണ്ട്, ഓരോ സോൺ ലീഡേഴ്സ് ഉണ്ട്. അത് യേശു ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെയുള്ള വചനപ്രഘോഷണം നടക്കണം. അതിനുവേണ്ടി ദൈവം ചില വ്യക്തികളെ തിരഞ്ഞെടുത്തു. ഇതിനകത്ത് കുറെ ലീഡേഴ്സുമാരൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതിനു വേണ്ടി രാപകൽ അധ്വാനിക്കുന്നവരുണ്ട്, ഇല്ലേ? അല്ല, ഇത്രയും ജനങ്ങൾ ഒന്നിച്ചു കൂട്ടാനും കൊണ്ടുവരാനും വണ്ടി സൗകര്യങ്ങളും മറ്റും ക്രമീകരണങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അത് യേശു നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രചോദനം തന്നു. അന്ന് 12 പേരെ തിരഞ്ഞെടുത്തതുപോലെ ഈശോ നിങ്ങളെ കുറെ പേരെ തിരഞ്ഞെടുത്തിരിക്കുക. യേശു ഈ 12 പേരെ തിരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു നിങ്ങൾ ഇതൊക്കെ ചെയ്യണം. ഇതുപോലെ യേശു തന്നെ നിങ്ങളെ കുറെ പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആൾക്കാരെ ഇവിടെ കൊണ്ടുവരിക, ഇതിന് നേതൃത്വം വഹിക്കുക. അപ്പോൾ നിങ്ങളെ യേശു തിരഞ്ഞെടുത്തിരിക്കുന്ന ശുശ്രൂഷയാണിത്. അപ്പോൾ നേതാക്കന്മാരായിട്ടുള്ള ലീഡേഴ്സ് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കുക, അന്ന് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തതുപോലെ നിങ്ങളെയും ഈശോ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ വചനപ്രഘോഷണത്തിൽ, ഈ കൂട്ടായ്മയിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരിക, അവരിവിടെ എത്തിക്കുക. ഹല്ലേലൂയ. അപ്പോൾ യേശു ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ്. അപ്പോൾ ആ ശുശ്രൂഷയോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാവും. ഈ വചനം ഇവിടെ നിന്ന് പ്രഘോഷിക്കുന്നത് മാത്രമല്ല കേട്ടോ വചനപ്രഘോഷണം. ഇതിനു പറ്റിയ അന്തരീക്ഷം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഇവിടെ എത്തിക്കുക, ഇവരെ ഒരുമിച്ച് കൂട്ടുക, അതും വലിയ വചനപ്രഘോഷണമാണ്. അപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം പേരും അങ്ങനെ അനേകരെ ഇവിടെ എത്തിക്കുന്നതിലും നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇതുപോലെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധാലുക്കളാണ്. അപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് ഭംഗിയായി നിർവഹിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്കും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ വചനപ്രഘോഷണം ഇത് ദൈവം ആഗ്രഹിക്കുന്ന വചനപ്രഘോഷണമാണ്. അതിനാൽ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയിറങ്ങും. കാരണം ഈ ധ്യാനം ദൈവിക പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. അതായത് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ നമുക്ക് ഈ ആലയത്തിലായിരിക്കാൻ സാധിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസങ്ങൾ എൻ്റെ യേശുവിൻ്റെ ആലയത്തിൽ അനേകർ, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രം നമുക്കറിയാം, അനേകം മക്കൾ രക്ഷ പ്രാപിച്ച ഇടമാണ്. അനേകം മക്കൾ യേശുവിനെ തിരിച്ചറിഞ്ഞ ഇടമാണ്. അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിച്ച ഇടമാണ്. അപ്പം അങ്ങനെ ഒരാലയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒരു ധ്യാനം കൂടി, വചനം കേട്ടു, അല്ലെങ്കിൽ യേശുവിനോട് ചേർന്നിരുന്നപ്പോൾ എൻ്റെ ദുശീലം എനിക്ക് ഉപേക്ഷിക്കാൻ സാധിച്ചു. അതൊരു വലിയ സാക്ഷികളാണ്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എനിക്ക് സാക്ഷികളാകണം. യേശു പറയുക, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്ക് സാക്ഷികളാവണം. ഇന്ന് സാക്ഷികളാണ് കുറവ്. പ്രിയമുള്ളവരെ, നിങ്ങൾ എനിക്ക് സാക്ഷികളാവണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സാക്ഷികളാണ് അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു കേട്ടു, ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിൽ വായിച്ചു കേട്ടു, അവൻ കുറച്ചുപേരെ തെരഞ്ഞെടുത്തു ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇതുപോലെ ദൈവം നമുക്ക് നൽകുന്ന ഓരോ സൗഖ്യവും, നമുക്ക് നൽകുന്ന ഓരോ വിടുതലും, ഓരോ ബന്ധനങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നുള്ള വിടുതല്, അത് നമുക്ക് വേണ്ടി മാത്രമല്ല. ദൈവം നമുക്ക് നൽകിയ ഒരു സൗഖ്യം അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് അനേകർക്ക് സാക്ഷിയാകണം. നമുക്കൊരു വിടുതൽ, ഒരു മോചനം കിട്ടി, ഒരു ദുശീലത്തിൽ നിന്നോ തടക്കദോഷത്തിൽ നിന്നോ നമുക്കൊരു മോചനം കിട്ടി.
അത് നമുക്ക് വേണ്ടി മാത്രമല്ല, അത് അനേകരെ യേശുവിലേക്ക് അടുപ്പിക്കുവാനും അനേകരെ ഇതുപോലെ സൗഖ്യം പ്രാപിക്കാനും വിടുതൽ പ്രാപിക്കാനും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ജീവിതവും അനേകർക്കൊരു മാതൃകയാവണം. ഹല്ലേലൂയ. അതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ എനിക്ക് സാക്ഷികളാവുക. ഹല്ലേലൂയ.